ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. കുറച്ച് നാളായില്ലേ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ നല്ല ചെമ്മീൻ കിട്ടിയപ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാൽ ശരി, അതൊന്ന് വീഡിയോ എടുത്തിടാം എന്ന് കരുതിയിട്ടാണ്. നല്ല ചെമ്മീൻ കിട്ടി. വലിപ്പം കുറച്ച് കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതിൽ ഒരു ഫ്രൈ ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ട്. അത് ഫ്രൈ ചെയ്യുന്ന പ്രോസസ്സ് കഴിഞ്ഞതോടുകൂടി നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ കൊടുത്ത് വെച്ചാൽ പകുതി ഫ്രൈ ചെയ്തപ്പോൾ ഞാൻ തന്നെ അകത്താക്കിട്ടോ. ബാക്കി എന്തായാലും ഉള്ളതുകൊണ്ട് ഞാൻ ഏതായാലും റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. ഞാൻ എന്തായാലും ചെമ്മീനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല, നമ്മൾ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അത് ചെമ്മീനൊക്കെ നന്നായിട്ട് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വേവിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം ഇതിങ്ങനെ തന്നെ ഫ്രൈ ചെയ്താലും അതിൽ ഒന്ന് ചൂടായി വരുമ്പോൾ വെള്ളം വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് മസാല ഒന്ന് പിടിച്ച് കിട്ടാൻ ഞാൻ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ വെള്ളം. അപ്പോൾ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുത്തു. അപ്പോൾ അത് നന്നായിട്ട് വെള്ളം വറ്റി. ഇനിയാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഈ മസാല എല്ലാം ഈ ചെമ്മീനിൽ പിടിച്ച് കിട്ടുകയും ചെയ്യും, നമുക്ക് വറുത്ത് എടുക്കുകയും ചെയ്യാം, നന്നായിട്ട് വറുത്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രോസസ്സില്ലേ, ഫ്രൈ ചെയ്യൽ പ്രോസസ്സ്, ഇങ്ങനെ വറുത്തെടുത്തപ്പോൾ 2 ട്രിപ്പ് ഉണ്ടായിരുന്നു വറുത്ത് പോരാനായിട്ട്. അതിൽ ഒരു ട്രിപ്പ് ഞാൻ അങ്ങനെ എടുത്ത് കഴിച്ചു. ബാക്കിയുള്ളതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. ബാക്കി ഇതേ ഇത്ര ഉള്ളൂ. വറുത്ത് കോരി നല്ല മുരിഞ്ഞിട്ടുണ്ടോ, ടേസ്റ്റ് ഉണ്ടോ, ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയതാണ്. അപ്പോൾ 1 കഴിച്ചു, പിന്നെ 2 കഴിച്ചു, പിന്നെ 3 കഴിച്ചു. അപ്പം അങ്ങനെ ആദ്യത്തെ ട്രിപ്പിലുള്ളത് മുഴുവൻ ഞാനങ്ങോട്ട് കഴിച്ചു കേട്ടോ. എന്തായാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടിട്ട് എന്തെങ്കിലും വറുത്ത് കോരിയിട്ടാ കാണാൻ തൊട്ട് എന്ത് രസമല്ലേ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം മറന്നു ഇപ്പോൾ പറയാനായിട്ട്. ഈ വറുത്ത് കോരുന്നതിൻ്റെ ഇടയിൽ കോരാൻ നമ്മൾ മസാല പുരട്ടി വെക്കുമല്ലോ, ആ സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ് ആവും കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്, അത് സവാളൊക്കെ ഇടുമ്പോൾ കേട്ടോ. എന്തായാലും ഈ ചെമ്മീൻ ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വന്നിട്ട് സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്രയും ആവശ്യമുള്ളൂ. ഇതിൽ ഞാൻ വേറെ എക്സ്ട്രാ വെളിച്ചെണ്ണയൊന്നും ചേർക്കുന്നില്ല. ഇനി സവാള വഴറ്റാൻ വേണ്ടിയിട്ട്, ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത എണ്ണ ഉണ്ടല്ലോ, അതേ ചട്ടി അതേ എണ്ണ. അപ്പോൾ അതിലേക്ക് ഇനി ഇതാക്കി അരിഞ്ഞ് വെച്ച സവാള ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. പിന്നെ ഇതിലേക്ക് വേണ്ടത് തക്കാളി കേട്ടോ. ഒരു തക്കാളിയുടെ 1/4 ഭാഗം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ചെമ്മീനിൽ എനിക്ക് തക്കാളി ചേർക്കുന്നതോട് എനിക്ക് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് കുഞ്ഞൊരു പീസ് ചേർത്തിട്ട് തന്നെ ഉള്ളൂ. പിന്നെ കറിവേപ്പില, ഈ കറിവേപ്പില ഞാൻ നട്ട് വളർത്തി ഉണ്ടാക്കിയതുകൊണ്ട് എന്തെന്നറിയില്ല, കറിവേപ്പില എല്ലാത്തിലും കറിവേപ്പില കുറച്ചധികം ചേർക്കും, അത് അങ്ങനെ ആയിപ്പോയി. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. ഇളക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വഴണ്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ, നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാനിട്ടു. ഇത്രയും മസാലകളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ സവാള വഴറ്റാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെന്നറിയില്ല, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരുവഴിക്കിന് പെട്ടെന്ന് അടി കരിച്ച് പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അധികം ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഈ എണ്ണ കൂടുതലായിട്ട് ഉപയോഗിക്കാറുമില്ല, കുറച്ചുള്ള ഉപയോഗിക്കാം. നന്നായിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതവിടെ അടച്ച് വെച്ചാൽ അടി പിടിക്കുന്നില്ല, അതാണ് കേട്ടോ മെയിൻ കാരണം. അപ്പോൾ ഞാൻ ഈ മസാല ഒന്നങ്ങൾ നല്ല ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടോ. അപ്പോൾ ഈ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഈ എണ്ണയിലിട്ട് അധികം ഇട്ട് ഇളക്കാൻ നിൽക്കണ്ട. ഇപ്പോൾ കണ്ടില്ലേ, മസാല നന്നായിട്ട് വെന്ത്. ഇനി ഞാൻ ഇതിലേക്ക് വറുത്ത് വെച്ച ചെമ്മീൻ ഇട്ടു കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വേണ്ടി വരട്ടെ. അപ്പോൾ ഈ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അധികം എണ്ണയുടെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അധികം എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കാനാണ് താല്പര്യം എന്നുള്ളവർ എണ്ണയിൽ മാത്രം ഇട്ടിട്ട് വറുത്ത് ഒന്നിങ്ങനെ ഇളക്കി വഴറ്റിയെടുത്താൽ മതി. ഇനി ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിക്കും, അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കേട്ടോ, പക്ഷെ ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ ആ മസാലയും ചെമ്മീനും ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടോ. കുറേ വെള്ളം ഒഴിച്ചിട്ട് അത് കുളമാക്കാൻ നിൽക്കില്ല, ഇത്തിരി ഒഴിക്കും. അപ്പോൾ അതൊന്ന് രണ്ടും കൂടെ ഒന്ന് മിക്സായിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ട്, എന്താണെന്നറിയോ, ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ഈ ചെമ്മീൻ ഫ്രൈ കൂടുതലായി കഴിഞ്ഞാൽ റബ്ബർ പോലെ ഇരിക്കും. ഇനി അഥവാ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തന്നെ, ഫ്രൈ കുറച്ച് കൂടുതലായി പോയാൽ തന്നെ ഈ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചതുപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക്
ചെമ്മീൻ നല്ലൊരു ജ്യൂസി ആയിട്ട് കിട്ടും കേട്ടോ. മസാല ഒക്കെ അതിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ട് നല്ലൊന്ന് സെറ്റായിട്ട് കിട്ടും. അതാ ഇത്രയേ ഉള്ളൂ പരിപാടി. അത് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. കാണാൻ നല്ല അടിപൊളിയാണ്, കഴിക്കാനും നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ചെമ്മീൻ കൊണ്ട് ഉണ്ടാക്കുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണക്ക ചെമ്മീൻ കൊണ്ട് ചമ്മന്തി ഇറക്കുന്നതും പിന്നെ ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ. റോസ്റ്റും വലിയ കുഴപ്പമില്ല, ടേസ്റ്റാണ്. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ഇഷ്ടമുള്ളവർ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. എന്തായാലും സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.